എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിന്റെ ചരിത്രതാളുകളിൽ രക്തവും കണ്ണീരും കൊണ്ട് എഴുതപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. 12ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകൾ. നീതിമാനും ധീരനുമായ റിച്ചാർഡ് രാജാവ് കുരിശുയുദ്ധത്തിനായി നാടുവിട്ടുപോയ സമയം. രാജാവിന്റെ അസാന്നിധ്യം മുതലെടുത്ത് അധികാരത്തിന്റെ ലഹരി തലയ്ക്കു പിടിച്ച സഹോദരൻ ജോൺ രാജകുമാരനും ക്രൂരനായ നോട്ടിംഗ്ഹാം ഷെരീഫും ചേർന്ന് ഇംഗ്ലണ്ടിലെ സാധാരണക്കാരെ അടിമകളെപ്പോലെ ഭരിച്ചിരുന്ന ഇരുണ്ട കാലം. പാവപ്പെട്ട കർഷകരുടെ വയറ്റത്തടിച്ച് അവരുടെ അവസാനത്തെ നാണയത്തുട്ടുകൾ പോലും നികുതിയായി പിടിച്ചുവാങ്ങി രാജകൊട്ടാരങ്ങളിൽ വീഞ്ഞും മാംസവും കഴിച്ച് അവർ അഹങ്കരിച്ചു. വിശപ്പുകൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളുടെ വിലാപം നോട്ടിംഗ്ഹാമിന്റെ തെരുവുകളിൽ മുഴങ്ങിക്കേട്ടു. എന്നാൽ ആ ഇരുളിലും ഒരു പ്രതീക്ഷയുടെ കിരണം അവശേഷിച്ചിരുന്നു. അനീതിക്കെതിരെ പൊരുതാൻ, പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ നിയമത്തിനു പിടികൊടുക്കാത്ത ഒരു നിഴൽ രൂപം ആ കാടുകളിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അധികാരികളുടെ പേടിസ്വപ്നവും അഗതികളുടെ വീരനായകനുമായ സാക്ഷാൽ റോബിൻഹുഡ്. നോട്ടിംഗ്ഹാമിന് സമീപം സൂര്യപ്രകാശം പോലും അരിച്ചിറങ്ങാൻ മടിക്കുന്ന ഇടതൂർന്ന മരങ്ങളാൽ ചുറ്റപ്പെട്ട ഷെർവുഡ് വനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓക്കുമരങ്ങളും നിഗൂഢമായ വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ആ വനം സാധാരണക്കാർക്ക് ഭയമായിരുന്നു. എന്നാൽ റോബിൻഹുഡിനും സംഘത്തിനും അതൊരു സ്വർഗമായിരുന്നു. ഷെരീഫിന്റെ പടയാളികൾക്ക് വഴി കണ്ടെത്താനാകാത്ത ആ വനത്തിനുള്ളിലെവിടെയോ ആയിരുന്നു റോബിന്റെ രഹസ്യതാവളം. അന്നൊരു ഉച്ചതിരിഞ്ഞ സമയം. ഷെർവുഡ് വനത്തിന് നടുവിലൂടെ പോകുന്ന ഇടുങ്ങിയ പാതയിലൂടെ വലിയൊരു കുതിരവണ്ടി കടന്നുവരുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ മുൻപിലും പുറകിലുമായി ആയുധധാരികളായ 10 പടയാളികൾ കാവലുണ്ട്. വണ്ടിക്കുള്ളിലിരിക്കുന്നത് നോട്ടിംഗ്ഹാം ഷെരീഫിന്റെ വിശ്വസ്തനും അത്യാഗ്രഹിയുമായ ഗൈ ഓഫ് ഗിസ്ബോൺ ആയിരുന്നു. സമീപത്തെ ഗ്രാമങ്ങളിൽ നിന്ന് ബലമായി പിരിച്ചെടുത്ത സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ഭാണ്ഡങ്ങളായിരുന്നു ആ വണ്ടിയിൽ. പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള ആ സ്വർണം കണ്ട് ഗിസ്ബോൺ ക്രൂരമായി ചിരിച്ചു. ഇന്ന് ഷെരീഫ് സന്തോഷിക്കും. ഈ സ്വർണം കൊണ്ട് നമുക്ക് പുതിയൊരു കോട്ട പണിയാം, അയാൾ മന്ത്രിച്ചു. കുതിരകളുടെ കുളമ്പടി ശബ്ദം കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കാറ്റിന്റെ വേഗതയിൽ കണ്ണിവെക്കുന്ന നേരത്തിനുള്ളിൽ എവിടെ നിന്നോ പാഞ്ഞുവന്ന ഒരമ്പ് കുതിരവണ്ടിയുടെ ചക്രത്തിൽ തറച്ചു. വണ്ടിയൊന്നുലഞ്ഞു. പടയാളികൾ ജാഗരൂകരായി. ആരാണവിടെ? പുറത്തുവാ, ഗിസ്ബോൺ അലറി. മറുപടിയായി കേട്ടത് കാടിന്റെ മരച്ചില്ലകൾക്കിടയിൽ നിന്നുള്ള ഒരു ചിരിയായിരുന്നു. ആത്മവിശ്വാസം തുളുമ്പുന്ന, അധികാരത്തെ വെല്ലുവിളിക്കുന്ന ചിരി. പെട്ടെന്ന് മരങ്ങളുടെ മുകളിൽ നിന്നും പച്ചവസ്ത്രം ധരിച്ച മുഖം മൂടിയ ഒരു രൂപം താഴേക്ക് ചാടിയിറങ്ങി. പുറകിൽ ആവനാളി നിറയെ അമ്പുകളും കയ്യിൽ തന്റെ വിശ്വസ്തമായ ലോങ് ബോയുമായി നിൽക്കുന്ന ആ രൂപത്തെ കണ്ടതും പടയാളികളുടെ രക്തം മരവിച്ചു. അത് റോബിൻഹുഡായിരുന്നു. അവന്റെ പിന്നാലെ കൂറ്റൻ ശരീരമുള്ള ലിറ്റിൽ ജോൺ, സംഗീതപ്രിയനായ ആലൻ എ ഡെയിൽ, പിന്നെ ഫ്രയർ ടക്ക് തുടങ്ങി റോബിന്റെ വിശ്വസ്തരായ സംഘാംഗങ്ങളും മരവിടവുകളിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. ഗൈ ഓഫ് ഗിസ്ബോൺ, റോബിന്റെ ശബ്ദം മുഴങ്ങി. ഈ കാട് കടന്നുപോകാൻ എനിക്കൊരു നികുതിയുണ്ട്. പാവങ്ങളിൽ നിന്നും മോഷ്ടിച്ചതെല്ലാം തിരികെ നൽകുക എന്നതാണ് ആ നികുതി. ഗിസ്ബോൺ പുച്ഛത്തോടെ ചിരിച്ചു. ഒരു പിടി കാട്ടുകള്ളന്മാർ രാജാവിന്റെ സൈന്യത്തെ വെല്ലുവിളിക്കുന്നോ? ഇവനെ പിടിച്ചുതെട്ടുവിൻ, അയാൾ ആജ്ഞാപിച്ചു. പടയാളികൾ വാളുമായി റോബിനു നേരെ പാഞ്ഞെടുത്തു. എന്നാൽ ഷെർവുഡ് വനത്തിലെ മരങ്ങളെപ്പോലെ തന്നെ ഉറച്ചതായിരുന്നു റോബിന്റെ സംഘത്തിന്റെ മനക്കരുത്തും. റോബിൻ തന്റെ വില്ലിൽ ഒരേ സമയം 3 അമ്പുകൾ തൊടുത്തുവിട്ടു. അവ കൃത്യമായി പടയാളികളുടെ കൈകളിലെ വാളുകൾ തെറിപ്പിച്ചു. ലിറ്റിൽ ജോൺ തന്റെ ഭീമാകാരമായ വടികൊണ്ട് 2 പടയാളികളെ ഒറ്റയടിക്ക് വീഴ്ത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ആ യുദ്ധം അവസാനിച്ചു. ഷെരീഫിന്റെ പടയാളികൾ തോറ്റോടി. ഭയന്നു വിറച്ച ഗിസ്ബോൺ വണ്ടിക്കുള്ളിൽ പതുങ്ങി. റോബിൻ വണ്ടിയുടെ അരികിലെത്തി സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ഭാണ്ഡം കയ്യിലെടുത്തു. ഇത് നിനക്കുള്ളതല്ല ഗിസ്ബോൺ, ഇത് വിശക്കുന്ന വയറുകൾക്കും മരുന്നു വാങ്ങാൻ കാശില്ലാതെ മരിക്കുന്ന വൃദ്ധർക്കുമുള്ളതാണ്. ആ ഭാണ്ഡവുമായി റോബിനും സംഘവും കാടിന്റെ ഉള്ളിലേക്ക് മറഞ്ഞു. പോകുന്നതിനു മുൻപ് റോബിൻ വിളിച്ചു പറഞ്ഞു, ഷെരീഫിനോട് പറയൂ, റോബിൻഹുഡ് ഷെർവുഡിൽ തന്നെയുണ്ട്. അനീതി എവിടെയുണ്ടോ അവിടെ റോബിന്റെ അമ്പുകൾ പറന്നെത്തും. അപമാനഭാരത്താൽ തലകുനിച്ച് കാലിയായ വണ്ടിയുമായി ഗിസ്ബോൺ നോട്ടിംഗ്ഹാം കോട്ടയിൽ തിരിച്ചെത്തി. വിവരമറിഞ്ഞ ഷെരീഫിന്റെ കണ്ണുകൾ കോപം കൊണ്ടു ചുവന്നു. അയാൾ തന്റെ മുൻപിലിരുന്ന വീഞ്ഞ് ഗ്ലാസ് തറയിലടിച്ചു പൊട്ടിച്ചു. റോബിൻഹുഡ്, അവനൊരു ശല്യമായി മാറിക്കഴിഞ്ഞു. പാവങ്ങൾ അവനെ ദൈവത്തെപ്പോലെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇതനുവദിച്ചുകൂടാ, ഷെരീഫ് ഗർജിച്ചു. അയാൾ തന്റെ വിശ്വസ്തരായ ഉപദേഷ്ടാക്കളെ വിളിച്ചുകൂട്ടി. ആ കാട്ടുകള്ളനെ പിടിക്കാൻ സാധാരണ വഴികൾ പോരാ, അവനെ അവന്റെ മാളത്തിൽ നിന്ന് പുറത്തു ചാടിക്കണം. അതിനെന്താണ് വഴി? ഷെരീഫ് ചോദിച്ചു. അപ്പോഴാണ് ഗിസ്ബോൺ ഒരു കുടിലതന്ത്രം മുന്നോട്ട് വെച്ചത്. പ്രഭു,
റോബിൻഹുഡ് ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാണെന്ന അഹങ്കാരം അവനുണ്ട്. നമുക്ക് നോട്ടിംഗ്ഹാമിൽ ഒരു വമ്പൻ അമ്പെയ്ത്ത് മത്സരം സംഘടിപ്പിക്കാം. വിജയിക്ക് സ്വർണ്ണത്തിൽ തീർത്തൊരു അമ്പ് സമ്മാനമായി പ്രഖ്യാപിക്കാം. ആ സമ്മാനവും തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള ആഗ്രഹവും അവനെ ഇങ്ങോട്ട് വലിച്ചിഴയ്ക്കും. അന്ന് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് നമുക്ക് അവനെ പിടികൂടാം, എന്നിട്ട് പരസ്യമായി തൂക്കിലേട്ടാം. ഷരീഫിന്റെ മുഖത്ത് ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. അതിമനോഹരം. ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച വില്ലാളികൾ മാറ്റുരയ്ക്കുന്ന മത്സരം. അവിടെ വെച്ച് റോബിൻഹുഡിന്റെ കഥ കഴിയും. അതേസമയം ഷെർവുഡ് വനത്തിലെ ഗുഹയിൽ റോബിനും സംഘവും ആഘോഷത്തിലായിരുന്നു. പിടിച്ചെടുത്ത സ്വർണം അവർ കൃത്യമായി വീതിച്ചു. ഓരോരുത്തരും അത് രാത്രിയുടെ മറവിൽ ഗ്രാമത്തിലെത്തി അർഹതപ്പെട്ടവരുടെ വീട്ടുവാതിൽക്കൽ വയ്ക്കാൻ തയ്യാറെടുത്തു. ലിറ്റിൽ ജോൺ റോബിന്റെ തോളിൽ തട്ടി പറഞ്ഞു, "റോബിൻ, നമ്മൾ ഇന്ന് വലിയൊരു കാര്യമാണ് ചെയ്തത്. പക്ഷേ ഷരീഫ് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല." റോബിൻ ചിരിച്ചുകൊണ്ട് തന്റെ വില്ല് തുടച്ചു മിനുക്കി. "അവർ എന്ത് പദ്ധതിയിട്ടാലും സത്യം നമ്മുടെ കൂടെയുണ്ട് ജോൺ. ഈ കാട് നമ്മളെ സംരക്ഷിക്കും." അടുത്ത ദിവസം നോട്ടിംഗ്ഹാം നഗരത്തിൽ വിളംബരം മുഴങ്ങി. മഹാന്മാരായ ജനങ്ങളെ, നോട്ടിംഗ്ഹാം ഷരീഫ് സംഘടിപ്പിക്കുന്ന മഹാ അമ്പെയ്ത്തു മത്സരം. വിജയിക്ക് സ്വർണ്ണ അമ്പും രാജകീയ പദവിയും. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അമ്പെയ്ത്തുകാർ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഒടുവിൽ ആ വാർത്ത ഷെർവുഡ് വനത്തിനുള്ളിലും എത്തിച്ചേർന്നു. റോബിൻഹുഡ് ആ വാർത്ത കേട്ട് ആലോചനയിലാണ്ടു. ഇത് തനിക്കുള്ള കെണിയാണെന്ന് അവൻ മനസ്സിലായി. ഫ്രയർടക്ക് മുന്നറിയിപ്പ് നൽകി, "റോബിൻ, പോകരുത്. അവർ നിന്നെ കാത്തിരിക്കുകയാണ്. അതൊരു മരണക്കെണിയാണ്." എന്നാൽ റോബിന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. ഭയമല്ല, മറിച്ച് വെല്ലുവിളിയെ സ്വീകരിക്കാനുള്ള ആവേശം. അവർ വിചാരിക്കുന്നത് ഭയം കൊണ്ട് ഞാൻ മാളത്തിൽ ഒളിച്ചിരിക്കുമെന്നാണ്. പക്ഷേ അവരുടെ മൂക്കിന് താഴെ വെച്ച് അവരുടെ തന്നെ സമ്മാനം നേടുക എന്നത് എനിക്കൊരു വിജയമല്ല, മറിച്ച് പാവങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. ഷരീഫിനെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് അവർ വിശ്വസിക്കണം. അങ്ങനെ വേഷപ്രച്ഛന്നനായി നോട്ടിംഗ്ഹാമിലേക്ക് പോകാൻ റോബിൻ തീരുമാനിച്ചു. താടിയും മുടിയും വെച്ച് ഒരു സാധാരണ കർഷകനെപ്പോലെ വേഷം മാറി അവൻ തയ്യാറെടുത്തു. ലിറ്റിൽ ജോണും മറ്റു ചിലരും വേഷം മാറി ജനക്കൂട്ടത്തിനിടയിൽ നുഴഞ്ഞു കയറാൻ തീരുമാനിച്ചു. അപകടം മണത്തറിഞ്ഞിട്ടും നീതിക്കുവേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരടി പോലും പിന്നോട്ടു പോകാൻ ആ വീരനായകൻ തയ്യാറല്ലായിരുന്നു. മത്സര ദിവസം വന്നെത്തി. നോട്ടിംഗ്ഹാം മൈതാനം ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ഉയരത്തിലുള്ള സിംഹാസനത്തിൽ ഷരീഫും ഗിസ്ബോണും ഇരുന്നു. അവരുടെ കണ്ണുകൾ ജനക്കൂട്ടത്തിനിടയിൽ റോബിനെ തിരയുന്നുണ്ടായിരുന്നു. ചുറ്റും കാവൽക്കാരായി നൂറുകണക്കിന് പടയാളികൾ. മത്സരം ആരംഭിച്ചു. ഓരോരുത്തരായി ലക്ഷ്യത്തിലേക്ക് അമ്പെയ്ത്തു. പലരും പരാജയപ്പെട്ടു. ഒടുവിൽ ഫൈനൽ റൗണ്ടിലെത്തിയത് ഷരീഫിന്റെ പടയാളി തലവനും പിന്നെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച താടിയുള്ള ഒരു അപരിചിതനും മാത്രം. ആ അപരിചിതൻ മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ റോബിൻഹുഡ് തന്നെയായിരുന്നു. ഷരീഫിന്റെ പടയാളി തുടത്ത അമ്പ് ലക്ഷ്യത്തിന്റെ മധ്യഭാഗത്തിന് തൊട്ടടുത്ത് തറച്ചു. ഷരീഫ് കൈയടിച്ചു. ഇവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, അയാൾ അഹങ്കരിച്ചു. അവസാന ഊഴം റോബിൻ്റേതായിരുന്നു. അവൻ ശാന്തനായി മുന്നോട്ടു വന്നു. വില്ലിൽ അമ്പ് തൊടുത്തു. ശ്വാസമടക്കിപ്പിടിച്ച ജനക്കൂട്ടം നോക്കി നിന്നു. കാറ്റിന്റെ ദിശയും വേഗതയും അവൻ മനസ്സിൽ കണക്കുകൂട്ടി. ഞാണൊരു ശബ്ദം മുഴങ്ങി. റോബിന്റെ അമ്പ് വായുവിനെ കീറിമുറിച്ചു പാഞ്ഞു. അത് ഷരീഫിന്റെ പടയാളി ലക്ഷ്യത്തിൽ തറച്ച അമ്പിന്റെ മധ്യഭാഗത്തുകൂടി തുളച്ചുകയറി ആ അമ്പിനെ രണ്ടായി പിളർത്തിക്കൊണ്ട് കൃത്യം നടുവിൽ തറച്ചു. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച. ജനങ്ങൾ ആർപ്പു വിളിച്ചു. ഷരീഫ് സ്തംഭിച്ചുപോയി. ഈ വിദ്യ കാണിക്കാൻ കഴിവുള്ള ഒരേയൊരുവൻ അത് റോബിൻഹുഡ് മാത്രമാണ്. ഷരീഫ് ചാടി എഴുന്നേറ്റു. "പിടിക്കവനെ, അത് റോബിൻഹുഡാണ്!" അയാൾ അലറി. പെട്ടെന്ന് റോബിൻ തന്റെ വേഷം വലിച്ചു കീറി. പച്ചവസ്ത്രധാരിയായ നായകൻ ജനങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പടയാളികൾ അവനെ വളഞ്ഞു. എന്നാൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ലിറ്റിൽ ജോണും സംഘവും വാളുകളുമായി ചാടി വീണു. മൈതാനം ഒരു യുദ്ധകളമായി മാറി. റോബിൻ അതിവിദഗ്ധമായി ഷരീഫിന്റെ ഇരിപ്പിടത്തിനു നേരെ ഒരു അമ്പെയ്തു. അത് ഷരീഫിന്റെ കിരീടം തെറിപ്പിച്ചു. ഭയന്നുപോയ ഷരീഫ് സിംഹാസനത്തിന് പിന്നിലൊളിച്ചു. ആ ബഹളത്തിനിടയിൽ സ്വർണ്ണ അമ്പ് കൈക്കലാക്കി റോബിനും സംഘവും നോട്ടിംഗ്ഹാം കോട്ടയുടെ മതിലുകൾ ചാടിക്കടന്നു. അവർ രക്ഷപ്പെടുന്നത് നോക്കി നിസ്സഹായനായി നിൽക്കാനേ ഷരീഫിന് കഴിഞ്ഞുള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ റോബിൻ വെറുമൊരു കള്ളനല്ല, മറിച്ച് തങ്ങളെ രക്ഷിക്കാൻ വന്ന ദൈവദൂതനാണെന്ന വിശ്വാസം അന്നത്തോടെ ഉറച്ചു. എന്നാൽ ഷരീഫിന്റെ പക അവിടെ തീർന്നില്ല. റോബിനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ ഷരീഫ് കൂടുതൽ ക്രൂരമായ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. റോബിൻഹുഡിന്റെ ഹൃദയം തകർക്കാനുള്ള വഴി. റോബിൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന അവന്റെ ബാല്യകാല സഖി മേരിയോണിനെ ലക്ഷ്യമിടാൻ ഷരീഫ് തീരുമാനിച്ചു. മേരിയോൺ ബ്രഫി രാജകൊട്ടാരവുമായി ബന്ധമുള്ളവളാണെങ്കിലും രഹസ്യമായി റോബിനെ സഹായിക്കുന്നവളായിരുന്നു. ഒരു രാത്രിയിൽ റോബിൻ കാട്ടിലെ ക്യാമ്പിലിരിക്കുമ്പോൾ ഒരു ദൂതൻ ഓടിക്കിതച്ചെത്തി. "റോബിൻ, ചതിയാണ്. ഷരീഫ് മേരിയോണിനെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. അവളെ വിവാഹം കഴിക്കാൻ ഗിസ്ബോൺ ഒരുങ്ങുന്നു. നാളെ തന്നെ അത് നടക്കും." ഇത് കേട്ട റോബിന്റെ കയ്യിലെ വീഞ്ഞ് ഗ്ലാസ് വഴുതി വീണു. അവന്റെ കണ്ണുകളിൽ ഇന്നേവരെ കാണാത്തൊരു അഗ്നി ജ്വലിച്ചു. അത് വെറുമൊരു കൊള്ളക്കാരന്റെ കണ്ണുകളായിരുന്നില്ല, പ്രണയിനിയെ നഷ്ടപ്പെടാൻ പോകുന്ന കാമുകന്റെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും രോഷമായിരുന്നു.
ലിറ്റിൽ ജോൺ, എല്ലാവരെയും വിളിക്കൂ. ഇത് ഇംഗ്ലണ്ടിൻ്റെയോ ഷെർവുഡിൻ്റെയോ മാത്രം പ്രശ്നമല്ല. ഇതെൻ്റെ ജീവൻ്റെ പാതിയുടെ പ്രശ്നമാണ്. നാളെ നോട്ടിംഗ്ഹാം കോട്ട വിറയ്ക്കും. മേരിയോണിനെ തൊടാൻ ഞാൻ ഗിസ്ബോണിനെ അനുവദിക്കില്ല. റോബിൻ ശപഥം ചെയ്തു. ഷെർവുഡ് വനം അന്നുറങ്ങിയില്ല. ആയുധങ്ങളുടെ മൂർച്ച കൂട്ടുന്ന ശബ്ദം മാത്രം അവിടെ മുഴങ്ങിക്കേട്ടു. വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിന്റെ മുന്നോടിയായിരുന്നു അത്. ഒരു വശത്ത് ഷെരീഫിന്റെ വമ്പൻ സൈന്യം, മറുവശത്ത് സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി പോരാടുന്ന റോബിൻഹുഡും ഒരു പിടി നല്ല മനുഷ്യരും. നേരം വെളുത്തു. നോട്ടിംഗ്ഹാം കോട്ടയ്ക്കുള്ളിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. മേരിയോൺ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. പുറത്ത് കോട്ടവാതിലിന് സമീപം ഒരു സന്യാസിയുടെ വേഷത്തിൽ ഒരാൾ നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. വേഷത്തിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ച വാളിൽ മുറുകെ പിടിച്ചുകൊണ്ട് റോബിൻഹുഡ് ആ കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹസിക പോരാട്ടത്തിന് തുടക്കമാവുകയായിരുന്നു അവിടെ. കരിങ്കല്ലിൽ തീർത്ത നോട്ടിംഗ്ഹാം കോട്ടയുടെ ഇടനാഴികളിലൂടെ ആ സന്യാസി നടന്നു നീങ്ങി. ചുറ്റുമലങ്കരിച്ച തോരണങ്ങളും കാവൽക്കാരുടെ ബഹളങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും അയാളുടെ കണ്ണുകൾ മാത്രം കഴുകനെപ്പോലെ എല്ലാം വീക്ഷിക്കുകയായിരുന്നു. ആ നടപ്പിലൊരു സന്യാസിയുടെ വിനയമായിരുന്നില്ല, മറിച്ച് ഇരയെ കാത്തിരിക്കുന്ന വേട്ടക്കാരൻ്റെ ജാഗ്രതയായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ചുവടുവെക്കുമ്പോഴും വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച വാളിൽ അയാളുടെ വിരലുകൾ മുറുകി. കോട്ടയുടെ പ്രധാന ഹാളിൽ ഗിസ്ബോണും നോട്ടിംഗ്ഹാം ഷെരീഫും ചേർന്ന് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. വെളുത്ത വിവാഹവസ്ത്രമണിയിച്ച്, എന്നാൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടതുപോലെ മേരിയോൺ അവിടെ നിൽക്കുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ വറ്റിയിരുന്നു. പ്രതീക്ഷയുടെ അവസാന കണികയും അസ്തമിച്ചതുപോലൊരു മരവിപ്പ് ആ മുഖത്തുണ്ടായിരുന്നു. ഇനി ആരും നിന്നെ രക്ഷിക്കാൻ വരില്ല മേരിയോൺ. ആ കാട്ടുകള്ളൻ റോബിൻഹുഡിനെ എൻ്റെ സൈന്യം നോട്ടിംഗ്ഹാമിൻ്റെ അതിർത്തിയിൽ വെച്ച് തന്നെ തീർത്തിട്ടുണ്ടാകും, ഗിസ്ബോൺ അഹങ്കാരത്തോടെ പറഞ്ഞു. അത് കേട്ട് ഷെരീഫ് ഉറക്കെ ചിരിച്ചു. ബിഷപ്പ് വിവാഹ കർമ്മങ്ങൾക്കായി മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി. ഓരോ വാക്കും മേരിയോണിൻ്റെ ഹൃദയത്തിൽ തറയ്ക്കുന്ന കൂർത്ത അമ്പുകൾ പോലെയായിരുന്നു. ഈ വിവാഹത്തിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, ബിഷപ്പിൻ്റെ ചോദ്യം മുഴങ്ങി. ഒരു നിമിഷത്തെ നിശബ്ദത. ഗിസ്ബോൺ വിജയശ്രീലാളിതനായി ചുറ്റും നോക്കി. ആരും മിണ്ടില്ലെന്നയാൾക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഹാളിലെ കനത്ത ഇരുമ്പുവാതിലിനരികിൽ നിന്ന് ഒരു ഘനഗാംഭീര്യമുള്ള ശബ്ദമുയർന്നു. എനിക്കുണ്ട് എതിർപ്പ്. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. തലകുനിച്ചു നിന്ന സന്യാസി സാവധാനം മുന്നോട്ട് വന്നു. അയാൾ തൻ്റെ മുഖം മറച്ചിരുന്ന തുണി മാറ്റി. ആ നിമിഷം നോട്ടിംഗ്ഹാം കോട്ടയുടെ ഉള്ളിൽ ഒരു ഇടിമുഴക്കമുണ്ടായതുപോലെ തോന്നി. അത് റോബിൻഹുഡായിരുന്നു. ഷെരീഫിൻ്റെയും ഗിസ്ബോണിൻ്റെയും മുഖത്തുനിന്ന് ചോര വാർന്നുപോയി. റോബിൻ, മേരിയോൺ വിശ്വസിക്കാനാവാതെ വിളിച്ചു. അവളുടെ കണ്ണുകളിൽ വീണ്ടും ജീവൻ വെച്ചു. പിടിക്കവനെ, അവനെ വെട്ടിക്കീറു, ഷെരീഫ് അലറി. പക്ഷേ റോബിൻ ഒറ്റയ്ക്കായിരുന്നില്ല. റോബിൻ തൻ്റെ അരയിൽ ഒളിപ്പിച്ചിരുന്ന കാഹളം പുറത്തെടുത്ത് ഉച്ചത്തിൽ മുഴക്കി. അതൊരപായ സൂചനയല്ല, മരണത്തിൻ്റെ ക്ഷണമായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഹാളിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി സന്യാസി വേഷത്തിലും ഭൃത്യന്മാരുടെ വേഷത്തിലും നിന്നിരുന്ന ലിറ്റിൽ ജോണും വിൽ സ്കാർലറ്റും അടങ്ങുന്ന റോബിൻ്റെ സംഘം ആയുധങ്ങളുമായി ചാടി വീണു. മച്ചിൽ നിന്നും ജനലിലൂടെയും ഷെർവുഡിലെ വില്ലാളികൾ അമ്പുകൾ വർഷിച്ചു. നിമിഷനേരം കൊണ്ട് ആ വിവാഹവേദി ഒരു യുദ്ധക്കളമായി മാറി. റോബിൻ നേരെ ഗിസ്ബോണിന് നേരെ കുതിച്ചു. വാളുകൾ തമ്മിലുരസുമ്പോൾ തീപ്പൊരികൾ ചിതറി. ഇന്ന് നിന്റെ അന്ത്യമാണ് ഗിസ്ബോൺ, റോബിൻ ഗർജിച്ചു. ഗിസ്ബോൺ സർവ്വശക്തിയുമെടുത്ത് ആക്രമിച്ചെങ്കിലും സത്യത്തിനു വേണ്ടിയുള്ള റോബിൻ്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അയാൾക്കായില്ല. ഒടുവിൽ റോബിൻ്റെ വാൾമുന ഗിസ്ബോണിൻ്റെ കയ്യിൽ നിന്നും ആയുധം തെറിപ്പിച്ചു. ഭയന്നു വിറച്ച ഷെരീഫ് ഇതിനകം തന്നെ സിംഹാസനത്തിനു പിന്നിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ലിറ്റിൽ ജോണും സംഘവും ചേർന്ന് കാവൽക്കാരെ തറപറ്റിച്ചു. റോബിൻ ഓടിച്ചെന്ന് മേരിയോണിൻ്റെ കൈകൾ പിടിച്ചു. വാ, നമുക്ക് പോകാം. ഇനി ഈ കോട്ടയല്ല, ആ വനമാണ് നിന്റെ കൊട്ടാരം, അവൻ പറഞ്ഞു. അവർ കോട്ടയുടെ മതിലുകൾ ചാടിക്കടന്ന് പുറത്ത് തയ്യാറാക്കി നിർത്തിയിരുന്ന കുതിരകളുടെ പുറത്തേറി. നോട്ടിംഗ്ഹാം കോട്ടയുടെ പുകയുന്ന കവാടങ്ങൾ പിന്നിലാക്കി അവർ ഷെർവുഡ് വനത്തിലേക്ക് കുതിച്ചു. അസ്തമയ സൂര്യൻ്റെ ചുവന്ന വെളിച്ചത്തിൽ റോബിനും മേരിയോണും തങ്ങളുടെ പ്രിയപ്പെട്ട വനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് യാത്രയായി. പണക്കാരൻ്റെ ക്രൂരതയ്ക്കും അധികാരത്തിനും മേൽ പാവങ്ങളുടെയും നീതിയുടെയും വിജയം കുറിച്ചുകൊണ്ട് ഷെർവുഡ് വനം അവരെ സ്വാഗതം ചെയ്തു. ഷെർവുഡ് വനത്തിൻ്റെ പച്ചപ്പിലേക്ക് റോബിനും മേരിയോണും തിരിച്ചെത്തിയപ്പോൾ പ്രകൃതി പോലും അവരെ സ്വാഗതം ചെയ്യാനായി കാത്തിരിക്കുകയായിരുന്നു. മരങ്ങൾ ആടിയുലയുകയും കാറ്റ് മർമരങ്ങൾ ഉതിർക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ വിജയം പൂർണ്ണമാകാൻ ഇനിയും ഒരു അത്ഭുതത്തിനു കൂടി ആ കാട് സാക്ഷിയാകേണ്ടതുണ്ടായിരുന്നു. ലിറ്റിൽ ജോണും ഫ്രയർ ടക്കും സംഘാംഗങ്ങളും തങ്ങളുടെ നേതാവിനെയും പ്രിയപ്പെട്ടവളെയും ആവേശത്തോടെ വരവേറ്റു. കാടിനുള്ളിലെ അവരുടെ ഒളിത്താവളത്തിൽ അന്ന് രാത്രി ആഘോഷങ്ങളുടെ ആരവമുയർന്നു.
പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. പിറ്റേന്ന് ഷെർവുഡ് വനത്തിന്റെ അതിർത്തിയിൽ കുതിരക്കുളമ്പടികൾ മുഴങ്ങി. ഷെരീഫിന്റെ പടയാളികളാണെന്ന് കരുതി റോബിനും സംഘവും ആയുധങ്ങളെടുത്തു. എന്നാൽ വന്നെത്തിയത് പടയാളികളായിരുന്നില്ല, മറിച്ച് യുദ്ധഭൂമിയിൽ നിന്നും മടങ്ങിയെത്തിയ ഇംഗ്ലണ്ടിന്റെ യഥാർത്ഥ രാജാവ് റിച്ചാർഡായിരുന്നു. വനത്തിനുള്ളിൽ വെച്ച് റോബിനെ കണ്ട രാജാവ് കുതിരപ്പുറത്ത് നിന്നിറങ്ങി. ഷെരീഫിന്റെ അഴിമതിയും ക്രൂരതയും തിരിച്ചറിഞ്ഞ രാജാവ് തന്റെ ജനങ്ങളെ സംരക്ഷിച്ചതിന് റോബിനെ അഭിനന്ദിച്ചു. റോബിൻ, നീ ഒരു കള്ളനല്ല, മറിച്ച് നീതിയുടെ കാവൽക്കാരനാണ്. എന്റെ അസാന്നിധ്യത്തിൽ ഇംഗ്ലണ്ടിന്റെ ഹൃദയം കാത്തുസൂക്ഷിച്ചത് നീയാണ്. രാജാവിന്റെ വാക്കുകൾ ഷെർവുഡ് വനത്തിൽ മുഴങ്ങി. റോബിന് നഷ്ടപ്പെട്ട പ്രഭുക്കന്മാരുടെ പദവികളും ലോക്സ്ലിയിലെ എസ്റ്റേറ്റും രാജാവ് തിരികെ നൽകി. ഷെരീഫിന്റെ ദുർഭരണത്തിന് എന്നേക്കുമായി അന്ത്യം കുറിച്ചു. അങ്ങനെ വസന്തകാലത്തെ തെളിഞ്ഞ ഒരു പ്രഭാതത്തിൽ ഷെർവുഡ് വനത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഓക്കുമരത്തിന് ചുവട്ടിൽ വെച്ച് റോബിൻഹുഡ് ലേഡി മേരിയോണിനെ വരിച്ചു. കാട്ടുപൂക്കൾ കൊണ്ടലങ്കരിച്ച വേദിയിൽ ലിറ്റിൽ ജോണും ഫ്രയർ ടക്കും സാക്ഷികളായി. പാവങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും അവർക്കനുഗ്രഹമായി ചൊരിഞ്ഞു. ആ വിവാഹം വെറുമൊരു ചടങ്ങായിരുന്നില്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള ധർമ്മത്തിന്റെ വിജയമായിരുന്നു. കാലം കടന്നുപോയി. ഷെർവുഡ് വനത്തിലെ മരങ്ങൾ പലതവണ ഇലപൊഴിച്ചു. എങ്കിലും ഇംഗ്ലണ്ടിന്റെ ചരിത്രത്താളുകളിൽ നിന്നും മായാത്ത ഒരു ഇതിഹാസമായി റോബിൻഹുഡ് ഇന്നും ജീവിക്കുന്നു. എവിടെയൊക്കെ അനീതി നടക്കുന്നുവോ, എവിടെയൊക്കെ പാവങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവോ, അവിടെയൊക്കെ പ്രതീക്ഷയുടെ കിരണമായി ആ പച്ചവസ്ത്രം ധരിച്ച വില്ലാളി വീരന്റെ ഓർമ്മകൾ ഉണരും. ഷെർവുഡ് വനത്തിലെ കാറ്റിൽ ഇന്നും കാതോർത്താൽ കേൾക്കാം ആ വീരനായകന്റെ കുതിരക്കുളമ്പടികളും വില്ലിൽ നിന്നും പാഞ്ഞുപോകുന്ന അമ്പിന്റെ ശബ്ദവും. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.